ഹലോ എവരിവൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ദേശീയ ചിഹ്നങ്ങളുടെ കണ്ടിന്യൂസ് ക്ലാസ്സാണ്. നമ്മൾ ഓൾറെഡി ദേശീയ പതാകയെക്കുറിച്ചൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എത്രയും വേഗം കാണുക, എന്നിവിടെ കാട്ട് ചെയ്തേക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നീ ടോപ്പിക്കുകളാണ്. നമുക്കപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. ദേശീയ ഗാനം നമുക്കെല്ലാം അറിയാം. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. രചിച്ചതാരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോർ ഇത് ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ആദ്യകാലത്ത് ജനഗണമന അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? ഭാരത് വിധാത എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഭാരത് ഭാഗ്യ വിധാത എന്ന കൃതിയിൽ നിന്നാണ് ജനഗണമന അല്ലെങ്കിൽ ഭാരത് വിധാത എടുത്തിട്ടുള്ളത്. ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡുകളാണ്. എന്നാൽ ഇതിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ് മാത്രമാണ്. ടോട്ടൽ 13 വരികളാണ് ഇതിലുള്ളത്. 55 വാക്കുകളും അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന വാക്കാണ് ജയ ഹേ എന്ന് പറയുന്നത്. 6 തവണ ആവർത്തിച്ചു വരുന്നുണ്ട്. ദേശീയ ഗാനത്തിൽ പരാമർശിക്കുന്ന 2 പർവ്വതങ്ങളാണ് വിന്ധ്യയും ഹിമാലയം. അതുപോലെ നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുനയും ഗംഗയുമാണ്. ദക്ഷിണേന്ത്യൻ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന വാക്കാണ് ദ്രാവിഡ എന്ന് പറയുന്നത്. ഒഡീഷയെ പ്രതിനിധീകരിക്കുന്ന വാക്കാണ് ഉത്കല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കിട്ടിയില്ല എന്നുണ്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പാടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതെല്ലാം കാണാതെ പഠിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദേശീയ ഗാനം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തത്വബോധിനിയാണ്. 1912 ഇത് പ്രസിദ്ധീകരിച്ചത്. ഭാരത വിധാത എന്ന പേരിലാണ് ഇതെന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. ദേശീയഗാനം നമ്മൾ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈണം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂറാണ്. ആദ്യമായി ദേശീയഗാനം ആലപിച്ച INC സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ 1911 കൽക്കട്ട സമ്മേളനമാണ്. കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു BN ദർ എന്ന് പറയുന്നത്. ഇതെന്ന് ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. ദേശീയഗാനത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഹിന്ദി പരിഭാഷ നടത്തിയിരിക്കുന്നത് ആബിദ് അലിയാണ്. കൽക്കട്ടയ്ക്ക് പുറത്ത് വെച്ച് ആദ്യമായി ദേശീയഗാനം ആലപിച്ചത് ആന്ധ്രാപ്രദേശിലെ മാടനപ്പള്ളിയിലാണ്. അത് ആലപിച്ചിരുന്നത് ടാഗോർ തന്നെയായിരുന്നു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമന അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24 അംഗീകരിച്ചത്. അന്ന് അംഗീകരിച്ചത് ബംഗാളി പതിപ്പല്ല, ഹിന്ദി പതിപ്പാണ് അംഗീകരിച്ചിരുന്നത്. നമ്മുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമനയുടെ ഹിന്ദി പതിപ്പാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അപ്പോൾ അത്രയും ഓർക്കുക. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പഠിക്കാൻ. ഒന്ന് അറിയാത്ത കാര്യങ്ങൾ മാത്രം നോട്ട് എഴുതി വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് ദേശീയ ഗീതത്തെ പറ്റി പഠിക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. സന്യാസി കലാപത്തെ ആസ്പദമാക്കിയ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം എന്ന നോവല് ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ദേശ് രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈണം നൽകിയതാരാണ്? ജാദുനാഥ് ഭട്ടാചാര്യയാണ്. ആലപിക്കാൻ വേണ്ട സമയം 65 സെക്കൻഡാണ്. പ്രതിപാദിക്കുന്ന ദേവി ദുർഗാദേവിയാണ്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അരബിന്ദ് ഘോഷാണ്. ദേശീയ ഗീതമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒരേ ഡേറ്റിൽ തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചിരിക്കുന്നത്. വന്ദേമാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1896 കൽക്കട്ട സമ്മേളനത്തിലാണ്. കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? റഹ്മത്തുള്ള സയാനിയാണ്. ആലപിച്ചത് ആരാണ്? ടാഗോറാണ് ഇത് ആദ്യമായി ആലപിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ദേശീയ ഗീതത്തെ പറ്റി പറയാനായിട്ട്. വന്ദേമാതരം ആണ് ദേശീയ ഗീതം എന്ന് പറയുന്നത്. ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഇത് സംസ്കൃതം കലർന്നൊരു ബംഗാളി ഭാഷയിലാണ് വന്ദേമാതരം ഗീതം എഴുതിയിട്ടുള്ളത്. അതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇത്രയും നേരം കണ്ട് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.